الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഓർമ്മിപ്പിക്കുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും ഉള്ള സർവ്വ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ കഹ്ഫിലെ ഒരു ചെറിയ വചനമാണ് ഞാൻ ഓതി വെച്ചത്. 18-ാം അധ്യായമാണ് അൽ കഹ്ഫ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിശേഷ ബുദ്ധി എന്ന മഹത്തായ അനുഗ്രഹം ലഭിച്ചവനാണ് മനുഷ്യൻ. ശരിയും തെറ്റും തെരഞ്ഞെടുക്കാനും സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള പ്രാപ്തിയും നൽകപ്പെട്ടവനുമാണ് മനുഷ്യൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് തീരുമാനം കൈക്കൊള്ളുമ്പോഴും ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. പരിശുദ്ധ ഇസ്ലാം അതിന്റെ അനുയായികളെ ഏറ്റവും ഉത്തമ വിശ്വാസവും ഉത്തമ സ്വഭാവവും ഉത്കൃഷ്ട ആചാര അനുഷ്ഠാനങ്ങളും ഉള്ളവരായിരിക്കണം എന്ന് പഠിപ്പിക്കുകയും അതിന് നിരന്തരമായ പ്രേരണ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന് ഖൈറു ഉമ്മത്ത്, മറ്റൊന്ന് ശുഹദാഉ ലിന്നാസ്. അവൻ ഉത്തമ സമുദായത്തിലെ അംഗമാണ്, അല്ലെങ്കിൽ ഉത്തമ സമുദായമാണ്, ജനങ്ങൾക്കൊക്കെ സാക്ഷികളായി തീരേണ്ടവരുമാണ്. ആ ഒരു സവിശേഷത വിശ്വാസി സമൂഹത്തിന് നൽകിയിരിക്കുന്നത് കൊണ്ട്, അള്ളാഹു ആ ഒരു പ്രത്യേകത അവർക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ഏത് നിലയിലും അത് ശ്രദ്ധിച്ചുകൊണ്ടല്ലാതെ ജീവിച്ചുകൂടാ എന്ന് സാരം.
അങ്ങനെ ശരിയായ വിശ്വാസവും തദടിസ്ഥാനത്തിലുള്ള ഉത്തമ കർമ്മങ്ങൾ ചെയ്യുന്നവരും, ആ ചെയ്യുന്നവർ ആരൊക്കെയാണോ അവരുടെ പ്രതിഫലങ്ങളിൽ നിന്ന് ഒന്നും അള്ളാഹു പാഴാക്കി കളയാതെ കൃത്യമായ ആ പ്രതിഫലം നൽകും എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എടുത്തു പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ചെറുവചനമാണ് സൂറത്തുൽ കഹ്ഫിലെ ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല. ഏറ്റവും നന്നായി ആരാണോ പ്രവർത്തിക്കുന്നത് അവന്റെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം നാം പാഴാക്കി കളയുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വചനത്തിലൂടെ അറിയിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, സാധാരണയായി മനുഷ്യരായ നാം ഓരോരുത്തരുടെയും ശ്രേഷ്ഠതയും മഹത്വവും ആദരവും അളക്കുന്നതിന് നമ്മളുടെ കയ്യിലൊക്കെ ഈ ഭൗതികമായ ചില അളവുകോലുകളുണ്ട്. ആ അളവുകോലുകൾ എന്ന് പറയുന്നത് സർവ്വസാധാരണമായി ഒന്നുകിൽ കുടുംബ മഹിമയായിരിക്കും, തറവാടിത്വമായിരിക്കും, അല്ലെങ്കിൽ സമ്പത്തായിരിക്കും, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളായിരിക്കും, അല്ലെങ്കിൽ പദവികളായിരിക്കും, അല്ലെങ്കിൽ നിറമായിരിക്കും, അല്ലെങ്കിൽ വംശമായിരിക്കും. ഇങ്ങനെ പലതുമാണ് ഭൗതികമായി ഓരോരുത്തരും. അവൻ ഇന്ന നല്ല നിറമുള്ളവനാണ്, ഇന്ന വംശത്തിൽപ്പെട്ടവനാണ്, ഇന്ന തറവാടിൽപ്പെട്ടവനാണ്, ഇങ്ങനെ സമ്പത്തുള്ളവനാണ്, ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളുടെയൊക്കെ അളവുകോലുകൾ സാധാരണ മനുഷ്യന്റെ ആദരവും അവന്റെ വ്യക്തിത്വവും അതുപോലെ തന്നെ അവന്റെ ശ്രേഷ്ഠതയും അവന്റെ മഹത്വവും ഒക്കെ നിർണയിക്കുന്നതിന് നാം നിശ്ചയിക്കുന്ന അളവുകോലുകൾ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗകികമായ ഇത്തരം അളവുകോലുകളെ പൂർണ്ണമായും റദ്ദ് ചെയ്യുകയാണ്. റദ്ദ് ചെയ്തുകൊണ്ട് മനുഷ്യന്റെ മഹത്വത്തിന്റെ മാനദണ്ഡം എന്താണ് എന്ന് ഒറ്റ വാക്കിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്ക് സുപരിചിതമാണത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, മഹത്വമുള്ളവൻ ആരാണ്? നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠയുള്ളവൻ ആരോ അവനാണ്. അതിനു മുമ്പ് പറഞ്ഞ വാക്കുകളും നമുക്ക് സുപരിചിതമാണ്. മനുഷ്യരെ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെ വിവിധ കുടുംബങ്ങളും ഗോത്രങ്ങളും ശാഖകളും ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതെന്തിനാണ്? നിങ്ങൾ അന്യോന്യം അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഏകത്വവും അവന്റെ മാനവികതയും ഒക്കെ എടുത്തു പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഇതൊക്കെ ഉണ്ടായാലും ശരി, ഇതൊന്നുമല്ല മഹത്വത്തിന്റെ മാനദണ്ഡം, അത് ധർമ്മനിഷ്ഠയാണ്. ആ ഒറ്റ അളവുകോല് കൊണ്ട് അള്ളാഹു ബാക്കി ഭൗതിക ജീവിതത്തിൽ നമ്മൾ നൽകുന്ന സർവ അളവുകോലുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ മാനദണ്ഡത്തിന് അഥവാ അള്ളാഹു നിശ്ചയിച്ച ഈ അളവുകോലിന് നാം അർഹരാണോ എന്നുള്ള ചിന്തയാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ ഈ മഹത്വം ആർജിക്കാനും ഈ ആദരവ് എത്തിപ്പിടിക്കുവാനും ഏറ്റവും അങ്ങേറ്റത്തെ ആദരണീയനാകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരുപിടി നിർദ്ദേശങ്ങളും മാർഗങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗങ്ങളിലൂടെ ആ മാർഗദർശിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം. പരിശുദ്ധ ഇസ്ലാം ഒന്നടങ്കം നന്മയുടെ സന്ദേശമാണ്. അതിൽ ഒരു തിന്മയും ആർക്കും വസ്തുനിഷ്ഠമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിന് പലതും പാടുപെടുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പുകമറ സൃഷ്ടിച്ചു പോകാം എന്നുള്ളതല്ലാതെ ഇസ്ലാമിന്റെ നന്മ, അത് മനുഷ്യന്റെ മുമ്പാകെ വെച്ചിരിക്കുന്ന നന്മ ശരിയല്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. കാരണം അത് അള്ളാഹുവിന്റെ സന്ദേശമാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത് എന്താ? യുഹില്ലു ലഹുമുത് തയ്യിബാത്താണ്. എന്തൊക്കെ നന്മകളുണ്ടോ ഒരു മനുഷ്യന്, ആ നന്മകൾ മുഴുവനും അനുവദിക്കുകയും എന്തൊക്കെ മ്ലേച്ഛമായ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും നിഷിദ്ധമാക്കുകയും ചെയ്തതാണ് പരിശുദ്ധ ഇസ്ലാം. അപ്പൊ എല്ലാ നന്മകൾ തന്നെയാണ്.
ആ നന്മകൾ ആവാഹിച്ച് ആർജിച്ചെടുത്തുകൊണ്ട് ഏറ്റവും ഉത്തമരും ഉത്കൃഷ്ടരും അള്ളാഹുവിന്റെ അടുക്കൽ അക്രമം ഇന്ന അക്രമക്കും എന്ന് പറഞ്ഞ ആ അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരുപാട് മാർഗങ്ങൾ ചെറുതും വലുതുമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം കൂടി വിശദീകരിക്കുകയല്ല ഉദ്ദേശം. ചിലതിലൂടെ ഒന്ന് കടന്നു പോകാം, നമ്മൾ നിസ്സാരം എന്ന് കാണുന്ന ചിലതിലൂടെ. ആ ഉത്തമമായ അവസ്ഥയിലേക്ക് നല്ല മനുഷ്യരായി തീരാൻ ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ അടുക്കലുള്ള ഈ അളവുകോലനുസരിച്ച് നമുക്ക് നേടിയെടുക്കാനുള്ള ആ അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്ന ചില കാര്യങ്ങൾ, അതിൽ നമുക്കിടമുണ്ടോ ഇല്ലേ എന്നൊരു പരിശോധന. ഇനി ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നല്ല കാര്യം. ഇല്ലേ, അതിൽ ഇടം നേടാൻ ശ്രമിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം. അതാവശ്യമാണ്. ഇനി എന്താണ് ആ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ എന്ന് ഞാൻ പറയട്ടെ. ഒരിക്കൽ ഒരു അയറാബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുന്നാസി ഖൈർ, മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടൻ ആരാണ്? ഒറ്റ ചോദ്യം. അയറാബിയാണ്, സംസ്കാരം സിദ്ധിക്കാത്ത ഒരു അറബിയാണ് എന്ന് മനസ്സിലാക്കുക. ബദവികൾ എന്ന് നമ്മൾ സാധാരണ പറയുന്ന ആൾക്കാർ, അതിൽപ്പെട്ട ഒരാളുടെ ചോദ്യം, മുഹമ്മദേ, അള്ളാഹുവിന്റെ റസൂലെ, ആരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ, ഏറ്റവും ഉത്കൃഷ്ടൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. ഇങ്ങനെയുള്ള ചോദ്യോത്തരമുള്ള വിവിധ രംഗങ്ങളുണ്ട്. ഞാൻ ഒരു രംഗമാണ് എടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാചകമുണ്ട്, മൻ താല ഉംറുഹു വഹസുന അമലുഹു, ദീർഘകാലം ജീവിച്ചിരിക്കാൻ കഴിയുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അവനാണ് ഏറ്റവും നല്ലവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ദീർഘായുസ് ലഭിക്കുക എന്ന് മാത്രമല്ല, നമ്മളൊക്കെ സാധാരണ ദീർഘായുസിന് വേണ്ടി ആഗ്രഹിക്കുന്നവരും പരസ്പരം പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണ്. അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒന്നാണെന്ത്? ഹുസ്നുൽ അമൽ, നല്ല കർമ്മങ്ങൾ. അപ്പൊ ദീർഘകാലം ജീവിച്ചിരിക്കുക, ആ കാലം ഒക്കെ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആർക്കാണോ ആ ഭാഗ്യം സിദ്ധിക്കുന്നത്, അവനാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഇടത്തിൽ നമ്മൾ ഉണ്ടോ? ആലോചിക്കുക, ഞാനും നിങ്ങളും. ഇനി മറ്റൊരു രംഗം ഇത് തന്നെയല്ല, ഇത് പറയുമ്പോൾ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച, പ്രവാചകന്റെ ഒപ്പം ജീവിച്ച് പ്രവാചകനിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ഗ്രഹിച്ച ആൾക്കാരുടെ മനോഭാവം എന്തായിരുന്നു എന്നുള്ളത് ഇതോടൊപ്പം ഒന്ന് ചേർത്ത് മനസ്സിലാക്കുന്നത് നന്നാകും. ഒരുപാട് കേൾക്കുന്ന സംഭവങ്ങളാണ്. നന്മയ്ക്ക് വേണ്ടിയുള്ള മത്സരം അല്ലാതെ വേറൊന്നുമല്ല. അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശം ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും, അല്ലെങ്കിൽ പ്രവാചകന്റെ ഒരു പ്രഖ്യാപനം ഇങ്ങോട്ട് ഉണ്ടാകുമ്പോഴേക്കും, അത് മറ്റാരെക്കാളും കൂടുതൽ എനിക്കാണ് വേണ്ടത്, ഞാൻ ചെയ്യണം എന്നുള്ള മനോഭാവത്തോടു കൂടിയായിരുന്നു അവർ. നമ്മളൊക്കെയോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ എങ്ങനെ പിന്നോക്കം നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ നോട്ടം. അത് സമ്പത്ത് നൽകുന്ന വിഷയത്തിലാണെങ്കിലും ശരി, ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നാലും ശരി, നല്ല വാക്കുകൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നാലും ശരി, ഏതായിരുന്നാലും ശരി, ഒരു പിന്നോട്ട് വെക്കലാണ്. അങ്ങനെയല്ല, മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി മത്സരിക്കുക എന്നുള്ളതാണ്. ആ നന്മ നേടിയെടുത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ഇന്ന അക്രമക്കും എന്ന് പറഞ്ഞ ആ ഗണത്തിൽ പെടാനുള്ള താല്പര്യമാണ്. ആ അമലുകളൊന്നും പാഴായി പോകാതെ അതിന്റെ പ്രതിഫലം പൂർണ്ണമായും ആർജിച്ചെടുക്കുക, നേടിയെടുക്കുക എന്നുള്ളതാണ്. നോക്കുക, അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഫാറൂഖും റളിയല്ലാഹു അൻഹുമാ രണ്ടാളും തമ്മിൽ എപ്പോഴും നന്മയുടെ കാര്യത്തിൽ മത്സര. എപ്പോഴും എനിക്ക് ഉമറിനെ തോൽപ്പിക്കണം അബൂബക്കറിന്റെ മനസ്സ്, എനിക്ക് അബൂബക്കറിനെ തോൽപ്പിക്കണം ഉമറിന്റെ മനസ്സ്. തബൂക്ക് യുദ്ധത്തിന്റെ ഫണ്ട് ശേഖരണ സന്ദർഭം, ഭയങ്കര പ്രയാസമുള്ള ഘട്ടത്തിൽ നടന്ന, ക്ഷാമം കൊടുമ്പിരിക്കൊണ്ട ഘട്ടത്തിൽ നടന്ന യുദ്ധമാണ് തബൂക്ക്. കഴിയുന്നവർ സംഭാവന ചെയ്യണം, യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണം. പ്രവാചകന്റെ ആഹ്വാനം വന്നു. ഓരോരുത്തരും കഴിയുന്നത് 5 കാരക്കയാണോ അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴ കുലയാണോ അതവര് കൊണ്ടുപോയി കൊടുത്തു. ഇങ്ങനെ ഓരോരുത്തരായി അവരവർക്ക് കഴിയുന്നത് ചെയ്യുന്നതിനിടയിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു പൂതി. എന്താ പൂതി എന്നറിയോ? എപ്പോഴും എന്നെ അബൂബക്കർ പരാജയപ്പെടുത്തും, ഇപ്രാവശ്യം
ഞാൻ അബൂബക്കറിനെ പരാജയപ്പെടുത്തും. കാരണം അബൂബക്കറിന്റെ കയ്യിലൊന്നുമില്ല, അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. രണ്ടാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കൽ വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഓഹരി കൊടുത്തു പ്രവാചകന്. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, നീ നിന്റെ കുടുംബത്തിന് എന്ത് ബാക്കി വെച്ചിട്ടുണ്ട്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പകുതി ബാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ഊഴം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റേതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വിഹിതം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ, അങ്ങയുടെ കുടുംബത്തിന് എന്ത് ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, അല്ലാഹ വ റസൂല. ഇനി എന്റെ കുടുംബത്തിന് ബാക്കി അള്ളാഹും റസൂലും മാത്രമേ ഉള്ളൂ. ഇവിടെ ആര് പരാജയപ്പെട്ടു പ്രിയമുള്ളവരെ? ഇതായിരുന്നു മനസ്സ്. അങ്ങനെ ചെയ്തിട്ട് അതിലൂടെ എത്തുക, ആർജിച്ചെടുക്കുക, നേടിയെടുക്കുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മദീനയിലെ പള്ളിക്ക് സ്ഥലക്കുറവ്, ചുറ്റും സ്ഥലമുണ്ട്, ഇത് ആര് വാങ്ങി ഇതിനു വേണ്ടി വഖഫ് ചെയ്യും? വേറെ ആരുമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഞാനുണ്ട്, എത്രയാണോ കൊടുക്കേണ്ടത് അത് ഞാൻ കൊടുക്കും. ചരിത്രമാണിതൊക്കെ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം കരസ്ഥമാക്കാൻ കഴിയില്ല എന്ന വിശുദ്ധ ഖുർആനിലെ വചനം ഇറങ്ങിയപ്പോൾ അബൂ തൽഹത്തുൽ അൻസാരി എന്ന് പറയുന്ന സഹാബി റളിയല്ലാഹു അൻഹു പ്രവാചകനെ സമീപിച്ചിട്ട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങക്കറിയാമല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മദീനയിലെ പള്ളിയുടെ മുമ്പിലുള്ള ബൈറുഹ എന്ന് പറയുന്ന ഈത്തപ്പനത്തോട്ടമാണ്. അള്ളാന്റെ വചനം അവതരിച്ചിരിക്കുന്നു, ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നൽകുന്നത് വരെ ഒരിക്കലും പുണ്യം കരസ്ഥമാക്കൂലാന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഇതാ നൽകുന്നു. പ്രിയമുള്ളവരെ, ഇത് പറയാൻ മനസ്സ് പാകപ്പെടണമെങ്കിൽ നമ്മൾ ഒരുപാട് മാറ്റത്തിന് വിധേയരാകേണ്ടതുണ്ട്. അല്ലാതൊന്നും പറയാൻ കഴിയില്ല. ഇത് അവരങ്ങനെ മാറിയവരാണ്, അങ്ങനെ മാറിയവരാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ തന്റെ അനുചരന്മാരെല്ലാം ഇങ്ങനെ കൂടിയിരിക്കുക. വളരെ പ്രശസ്തമായ ഒരു സംഭവം, ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3-4 ചോദ്യങ്ങൾ ചോദിച്ചു. ഇന്ന് നിങ്ങളിൽ നിന്ന് നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളവർ ആരാണ് എന്ന് ചോദിച്ചു. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ. എല്ലാരും പരസ്പരം നോക്കി ആരാണ് ഉത്തരം പറയുന്നത്. ഒരാളെ പറഞ്ഞു, അന. അത് മറ്റാരുമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അടുത്ത ചോദ്യം വരുന്നു, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ജനാസയെ അനുഗമിച്ചത് ആരാണ്? അതും മറുപടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ. അടുത്ത ചോദ്യം, ഇന്ന് നിങ്ങളിൽ രോഗിയെ സന്ദർശിച്ചവൻ ആരാണ്? അതിനും മറുപടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ തന്നെ. നിങ്ങളിൽ നിന്ന് സാധുക്കൾക്ക് ഭക്ഷണം കൂട്ടിയവൻ നൽകിയവൻ ആരാണ്? അതിനും മറുപടി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. ഒരു ദിവസം ഒരു മനുഷ്യൻ ചെയ്ത നന്മകളുടെ വലിയ ഒരു റെക്കോർഡാണ് കാണുന്നത്. ജനാസയെ അനുഗമിക്കൽ, സാധുവിന് ഭക്ഷണം കൊടുക്കൽ, സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ, രോഗിയെ സന്ദർശിക്കൽ, ഇതൊക്കെ ഈ പറഞ്ഞ നന്മകളുടെ പട്ടിക വർദ്ധിക്കുന്നതാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇതെല്ലാം കൂടി ഒരു മനുഷ്യൻ ഒരുമിച്ച് കൂടിയാൽ സ്വർഗം അയാൾക്ക് ഉറപ്പാണ്. ഒന്ന് ചിന്തിക്കുക, ആലോചിക്കുക, അവിടെ ഒന്നും എത്താൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഇങ്ങനെ ഉള്ള നന്മകൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുക, അതാണ് ഒന്ന്. രണ്ടാമത്, വിശുദ്ധ ഖുർആനിന്റെ ആളുകളായി മാറുന്നവർ ഉത്തമന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളിൽ ഖുർആൻ പഠിച്ചവനും അത് പഠിപ്പിക്കുന്നവനുമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വലിയ സ്ഥാനമാണ് അതിന് നൽകിയിരിക്കുന്നത്. വേറൊരു വചനത്തിൽ കാണാം, ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്. അള്ളാഹുവിന് ജനങ്ങളിൽ ചില പ്രത്യേകക്കാരായ പ്രിയങ്കരായ ചില ആളുകളുണ്ട് അള്ളാഹുവിന്. സഹാബത്ത് ചോദിച്ചു, ആരാണവർ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലുൽ ഖുർആൻ ഹും അഹ്ലുല്ലാഹി വ ഖാസത്തുഹു. ഖുർആനിന്റെ ആളുകൾ.
എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക, അത് പഠിപ്പിക്കുക, അതിനു വേണ്ട പ്രോത്സാഹനങ്ങൾ ചെയ്യുക തുടങ്ങിയിട്ടുള്ള എന്തൊക്കെ കാര്യം ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളുന്നതാണത്. അതിന്റെ പരിഭാഷകൾ ജനങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി എത്തിച്ചു കൊടുക്കുക, ഇതൊക്കെ അതിൽ പെടുന്നതാണ്. അവർ ഖൈറാണെന്നാ പറഞ്ഞത്, അവർ ഉത്തമന്മാരാണെന്നാ പറഞ്ഞത്, അവരാണ് ഇന്ന അക്രമക്കും എന്നതിലേക്ക് എത്തിപ്പെടുന്നത് എന്നാണ് ഈ സൂചിപ്പിച്ചതിൽ അർത്ഥം എന്ന് നാം തിരിച്ചറിയുക. ഇനി മറ്റൊന്ന്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാവുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. ഒക്കെ ഞാൻ ആ പോയിന്റ്സ് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. പിന്നെ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഇണകൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള നല്ല ബന്ധം, അവർ ഉത്കൃഷ്ടരാണ്. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോട്, സഹധർമ്മിണിമാരോട് ഏറ്റവും ഉത്തമമായ രൂപത്തിൽ പെരുമാറുന്നവനാരോ അവരാണ് നിങ്ങളിൽ ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇതാ പറഞ്ഞത്, നമ്മളൊക്കെ നിസ്സാരമെന്ന് കാണുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഇതൊക്കെ ഖിയാറിന്റെ, ഉത്തമരുടെ, ഉത്കൃഷ്ടരുടെ പട്ടികയിൽ പെടുന്നതാണ്. ഇനി മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പരസ്പരം പിണങ്ങിയാൽ ആദ്യം സലാം പറഞ്ഞ് പിണക്കം മാറ്റുന്നവൻ ആരോ അവൻ ഉത്തമനാണ്. നമുക്ക് വളരെ നിസ്സാരമല്ലേ ഇത്? പരസ്പരം ഇണങ്ങുന്നവർ തമ്മിലാണ് പിണക്കമുണ്ടാവുക. ഇണങ്ങുന്നവർ തമ്മിലേ പിണങ്ങാൻ കഴിയൂ. എന്നാൽ ആ പിണക്കം ശാശ്വതമായി കൊണ്ടുപോകലല്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസി ലയാൽ, 3 രാത്രികൾക്ക് മീതെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായി പിണങ്ങിയിരിക്കാൻ പാടില്ല. എന്നിട്ട് എന്റെയും നിങ്ങളുടെയും സ്വഭാവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കാണിക്കുന്നു. ആ പിണങ്ങിയ 2 പേർ തമ്മിൽ കണ്ട ഒരു വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഫയൽതഖിയാനി, അവർ രണ്ടാളും കണ്ടുമുട്ടുന്നു. അപ്പൊ ഫയുരിദു ഹാദാ, ഇവൻ ഇങ്ങോട്ട് മുഖം തിരിക്കും, വയുരിദു ഹാദാ, അവൻ ഇങ്ങോട്ട് മുഖം തിരിക്കും. എന്നിട്ട് ഹൂന്നും പറഞ്ഞൊരു പോക്കായിരിക്കും പോവുക. പരസ്പരം നോക്കുകയില്ല, പറയുകയില്ല. കാരണം അത്ര പിണക്കമാണ്. അങ്ങനെയുള്ള 2 പേരിൽ വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം, ആദ്യം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ആ പിണക്കം തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവൻ ആരോ അവൻ ഖൈറാണ്, അവൻ ഉത്തമനാണ്, അവൻ ഉത്കൃഷ്ടനാണ്, അവൻ ഇന്നാക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്ന ആ ലിസ്റ്റിൽ പെടുന്നവനാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ. ഇല്ലേ, ആ ഇടങ്ങളിലേക്ക് തിരിയണം. അത്ര ശ്രദ്ധിക്കേണ്ട ഒരു രംഗമാണത്. പിന്നെ നമ്മുടെ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വിവേകമുള്ളവനാവുക, സൗമ്യതയുള്ളവനാവുക, ശാന്തശീലനാവുക, അവധാനതയുള്ളവനാവുക, ഇതൊക്കെ അള്ളാഹുവിന് ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും ഉള്ള സ്വഭാവങ്ങളാണ്. സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷജ് അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന സഹാബിയോട് ഒരിക്കൽ പറഞ്ഞു, പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞതാ, ഇന്ന ഫീക ഖസ്ലതൈൻ, തീർച്ചയായും നിന്നിൽ 2 ഗുണങ്ങളുണ്ട്, മഹത്തായ 2 ഗുണങ്ങളുണ്ട്. യുഹിബ്ബുഹുമല്ലാഹ്, ആ 2 ഗുണങ്ങളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെടുന്ന 2 ഗുണങ്ങൾ, മഹത്തായ ഗുണങ്ങൾ നിന്നിലുണ്ട്. ഏതൊക്കെയാണത്? അൽ ഹിൽമു വൽ അനാദ്, വിവേകവും അവധാനതയും. നമുക്കൊക്കെ എപ്പോഴും അവിവേകമാണ്, എടുത്തുചാട്ടമാണ്. വിവേകപൂർവ്വം ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ അവന് വിവരമില്ല എന്ന് പറയും നമ്മൾ. ഇത്തിരി അവധാനതയോടൊരു കാര്യത്തെ സമീപിച്ച് ഇങ്ങനെ വരുമ്പോഴോ അയാൾക്ക് ധൈര്യമില്ല എന്ന് പറയും. നമ്മളങ്ങനെ വിലയിരുത്തുന്ന ആൾക്കാരാണ്. പക്ഷെ ഇത് ഏറ്റവും നല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാരണം എന്താ? അവിവേകത്തോടു കൂടി ഒരു കാര്യം ചെയ്യുന്നതും വിവേകത്തോടു കൂടി ഒരു പ്രവൃത്തി ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അത് വാക്കായിരുന്നാലും പ്രവൃത്തിയായിരുന്നാലും എന്തായിരുന്നാലും ശരി, ചിലപ്പോഴൊക്കെ നമ്മളിൽ നിന്നുണ്ടാകുന്ന മൗനങ്ങൾ പോലും ഗുണകരമായ കാര്യമായി മാറും. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട, മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ
വേറൊരു വചനത്തിൽ നമുക്ക് കാണാം ഇന്നല്ലാഹ റഫീഖ്, അള്ളാഹു സൗമ്യതയുള്ളവനാണ്. റഫീഖ് എന്ന വാക്കിന്റെ അർത്ഥം സൗമ്യതയുള്ളവൻ എന്നാണ്. ഇന്നല്ലാഹ റഫീഖ്, അള്ളാഹു സൗമ്യതയുള്ളവനാണ്. യുഹിബ്ബുർ റിഫ്ഖ, എല്ലാ കാര്യത്തിലും അവൻ സൗമ്യതയാണ് ഇഷ്ടപ്പെടുന്നത്. എടുത്തുചാട്ടവും കഠോര മനസ്സും ഇതൊന്നുമല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നതെന്ന് അർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്നവർ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു വചനം കാണാം, അലാ ഉഖ്ബിറുക്കും ബിമൻ യഹ്റുമു അലന്നാർ ഔ ബിമൻ യഹ്റുമു തഹ്റുമു അലൈഹിന്നാർ. നരകത്തിന് നിഷിദ്ധമാകുന്ന, നരകം നിഷിദ്ധമാകുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹ്റുമു, നരകം നിഷിദ്ധമാകും. ആർക്ക്? അലാ കുല്ലി ഖരീബിൻ ഹയ്യിനിൻ ലയ്യിനിൻ സഹലിൻ. ഓരോ വാക്കും ഓരോ മുത്തുമാണത്താനുണ്ട്. അത്ര ഗംഭീരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്ക്. എന്താണത്? തഹ്റുമു അലാ കുല്ലി ഖരീബിൻ ഹയ്യിനിൻ ലയ്യിനിൻ സഹലിൻ. അടുപ്പവും അലിവും സൗമ്യതയും ശാന്തതയും ലാളിത്യവും വിട്ടുവീഴ്ച മനോഭാവവും വെച്ചു പുലർത്തുന്നവനാരോ അവന് നരകം നിഷിദ്ധമാണ്. അപ്പൊ അതില്ലെങ്കിലോ? മറുവശം ചിന്തിച്ചു നോക്ക്. ഇവിടൊക്കെയാണ് ഇതിന്റെ പ്രാധാന്യം നാം തിരിച്ചറിയുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ ക്ഷമ ഏറ്റവും വലിയ ആയുധമാണ്. പടച്ചവന് ഇത്രയും ഇഷ്ടമുള്ള ഒരു സ്വഭാവം വേറെ ഇല്ല മനുഷ്യനിൽ നിന്ന്. എത്ര സ്ഥലങ്ങളിലായി ഇന്നല്ലാഹ മഅ സാബിരീൻ പറഞ്ഞിട്ടുള്ളത്, വല്ലാഹു മഅ സാബിരീൻ പറഞ്ഞിട്ടുള്ളത്. ഒറ്റ വചനം പ്രവാചകന്റെ മാത്രം, മാ ഉഅ്തിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിനസ് സബ്ർ. ക്ഷമയേക്കാൾ വിപുലതയുള്ളതും ക്ഷമയേക്കാൾ വിശിഷ്ടവുമായ ഒരു അനുഗ്രഹവും അള്ളാഹു ആർക്കും നൽകിയിട്ടില്ല എന്നാണ്. മാ ഉഅ്തിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ, വിപുലമായത്, ഉത്കൃഷ്ടമായത് ഒരു അനുഗ്രഹവും, അതാ എന്ന് വെച്ചാൽ അനുഗ്രഹവും അള്ളാഹു നൽകിയിട്ടില്ല മിനസ് സബ്ർ, ക്ഷമയേക്കാൾ. അപ്പൊ അത് ഒരു വിശ്വാസിയുടെ മുഖമുദ്രയാണ്. അത് അവനെ ഉത്കൃഷ്ടതയിലേക്ക് കൊണ്ടുപോയി കൂട്ടുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. സാധാരണ നമ്മുടെ ഭൗതിക ജീവിതത്തില് നമ്മൾ ചിലരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് വരുന്ന ദുന്യാവിനെ കുറിച്ചുള്ള ഓർമ്മയായിരിക്കും. ഈ ലോകം, ഇവിടുത്തെ സുഖാനുഭൂതി, അങ്ങനെ ഓർമ്മിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ അവന്റെ വാഹനം, അവന്റെ വസ്ത്രം, അവന്റെ പാർപ്പിടം, അവന്റെ നടത്തം, അവന്റെ സമീപനം, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, അവൻ ഈ ലോകത്ത് കിട്ടുന്ന ഓരോ രംഗത്തും കിട്ടുന്ന തിളക്കങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ദുന്യാവ് കൊതിച്ചു പോകും. ഏതുവരെ ഖാറൂൻ ഉണ്ടായപ്പോൾ ഖാറൂന് ഉള്ളത് ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ച ആൾക്കാരെ കുറിച്ച് സൂറത്തുൽ ഖസസിൽ പറയുന്നുണ്ട്. അതുപോലെ ഇതല്ല. ചില ആൾക്കാരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർത്തു പോകും. എന്നുവെച്ചാൽ അവരുടെ പെരുമാറ്റ രീതികളും അവരുടെ ദീനീനിഷ്ഠയും അവരുടെ സമീപനങ്ങളും ഒക്കെ, അവർക്ക് പള്ളികളുമായിട്ടുള്ള ബന്ധങ്ങളും നന്മകളിലുള്ള അവരുടെ താല്പര്യവും ഇതെല്ലാം കൂടി ഇങ്ങനെ വരുമ്പോൾ തനിയെ അള്ളാഹുവിനെ ഓർത്തു പോകും. യസീദിന്റെ മകളായ അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അവിടെയും അലാ ഉനബ്ബിഉകും ബിഖിയാരിക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തതാണ്, ഖിയാറുക്കും അല്ലദീന ഇദാ റുഉ ദക്കറല്ലാഹ അസ്സ വജല്ല. അവരെ കണ്ടാൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മ വരും, അങ്ങനെയുള്ളവർ നിങ്ങളിൽ ഏറ്റവും ഉത്തമനാണ്. വല്ലാത്തൊരു പ്രയോഗമാണ്. നമ്മളെയൊക്കെ കണ്ട അള്ളാനെ ആർക്കെങ്കിലും ഓർമ്മ വരുമോ? അല്ലെങ്കിൽ അവന്റെ ദീനിനെ കുറിച്ച് മതിപ്പ് വരുമോ? അവന്റെ പ്രവാചകനെ കുറിച്ച് ഏതെങ്കിലും സവിശേഷത തോന്നുവോ? അങ്ങനെയുള്ളവരുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒരാളെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരുന്ന രൂപത്തിൽ അവന്റെ ജീവിതമായി മാറും. അങ്ങനെയുള്ളവർ നിങ്ങളിൽ ഉത്തമരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം. ഇതാണ് ഈ ഇടം നമ്മൾ നേടിയെടുക്കണം എന്ന് ഞാൻ സൂചിപ്പിച്ചതിന്റെ താല്പര്യം. ആ ഇടങ്ങളിൽ നമ്മൾ ഇല്ലെങ്കിൽ നമുക്ക് ഉത്കൃഷ്ട മനുഷ്യരാകണം, ഉത്തമ മനുഷ്യരാകണം. അതിന് അർഹതപ്പെട്ടവരാണ്
ബാധ്യതയുള്ളവരാണ്, അങ്ങനെ അള്ളാഹു നിയോഗിച്ചവരാണ് നമ്മൾ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനവും കൂടി പറഞ്ഞ് ആ രൂപം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരിക്കൽ ചോദിച്ചു, അയ്യുൻ നാസി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ ആരാണ്? നിസ്കരിക്കുന്നവന്, നോമ്പ് പിടിക്കുന്നവനുണ്ട്, ഹജ്ജ് ചെയ്യുന്നവനുണ്ട്, ഖുർആൻ ഓതുന്നവനുണ്ട്, ഇതൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ്. പക്ഷെ ആ മറുപടി നിങ്ങളൊന്ന് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ആരിൽ നിന്നുണ്ടാകുന്നുവോ അവനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ. അവിടെ ജനങ്ങൾക്ക് എന്നുള്ള പ്രയോഗം കേട്ടോ, ശ്രദ്ധിക്കണേ നമ്മൾ. അൻഫഉഹും ലിന്നാസ്, ഏത് മനുഷ്യന് ഏറ്റവും ഉപകാരം ചെയ്യുന്നവൻ ആരോ അവനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ. ആകാൻ കഴിയണം നമുക്ക്. ഇങ്ങനൊക്കെ വരുമ്പോഴാണ് നമ്മുടെ അമലുകൾ അതിന്റെ സമ്പൂർണതയിലെത്തുക. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ അളവുകോല് എന്താണോ ആ വൃത്തത്തിൽ പെടാൻ നമുക്ക് കഴിയുക എന്നുള്ളത് നാം മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ഞാൻ ഉണ്ടോ എന്ന ആത്മപരിശോധന നടത്തുക. ഇല്ലെങ്കിൽ ഉണ്ടാകാൻ ശ്രമിക്കുക, പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നന്മയുടെ വൃത്തത്തിൽ ജീവിച്ച് മരണപ്പെട്ട് അള്ളാഹുവിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടുവാൻ അവൻ അനുഗ്രഹിക്കുന്നവരുടെ ഗണത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഒരിക്കൽ അബൂദർ ഗിഫാരി എന്ന് പറയുന്ന സഹാബിയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഉപദേശങ്ങൾ നൽകി. ആ സംഭവം അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തുടങ്ങുന്നത്, അമറനി ഖലീലി ബിസബ്ഇൻ, എൻ്റെ ഉറ്റ ചങ്ങാതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ പ്രയോഗമാണ്. എൻ്റെ ഉറ്റ സ്നേഹിതൻ 7 കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചു. നമ്മളിപ്പോ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു 7 കാര്യങ്ങളും കൂടിയുണ്ട്, അതും കൂടി ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് എന്നോട് കൽപ്പിച്ചത് ബിഹുബ്ബിൽ മസാകീനി വദ്ദുനുവ്വി മിൻഹും, പാവപ്പെട്ടവരോട് സ്നേഹിക്കണം, സാധുക്കളെ സ്നേഹിക്കണം, അവരെ ചേർത്ത് പിടിക്കണം. വദ്ദുനുവ്വി മിൻഹും, അതാണ് പ്രയോഗം. പാവപ്പെട്ടവരെ സ്നേഹിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും വേണം. ഒരു കൽപ്പന അതാണ്. രണ്ടാമത് എന്നോട് കൽപ്പിച്ചത്, ഒരു കാര്യത്തിലും എന്നേക്കാൾ മീതെ ഉള്ളവരിലേക്ക് ഞാൻ നോക്കരുത്, താഴെ ഉള്ളവരിലേക്ക് നോക്കണം. ഇതാണ് രണ്ടാമത്തെ കൽപ്പന. അതെന്തിനാ? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ അത് ഉപകരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അസൂയാലുക്കളായി മാറും, വിദ്വേഷികളായി മാറും, അതുപോലെ തന്നെ വെറുപ്പിന്റെ ആളുകളായി മാറും, അസൂയാലുക്കളായി മാറും. പരസ്പരം പാര വെക്കാൻ പിന്നെ ഒന്നും വേണ്ടി വരില്ല. അതേസമയം എനിക്കുള്ളത് ഇത്രയേ ഉള്ളൂ, അൽഹംദുലില്ലാ, എന്നേക്കാൾ താഴെയുള്ളവൻ ഇത്ര പോലും ഇല്ല, അൽഹംദുലില്ലാ, അവനുണ്ടെങ്കിൽ അവൻ അനുഭവിച്ചോട്ടെ. ഈ മനോഭാവത്തിലേക്ക് വരണം. അതാണ് അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹുവിനോട് രണ്ടാമത് കൽപ്പിച്ച കാര്യം. മൂന്നാമത് കൽപ്പിച്ചത് വഅമറനിയ നസിലർ റഹിമ വഇൻ അദ്ബറത്, കുടുംബബന്ധം ചേർക്കണം. നിന്നോട് കുടുംബബന്ധമുള്ളവർ പിന്നോട്ടടിച്ചാലും ശരി, നീ എത്ര ശ്രമിച്ചിട്ടും അവർ നീയുമായി ബന്ധം ചേർക്കാൻ വരുന്നില്ല, അവർ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്, എങ്കിൽ പോലും നിന്റെ ഉത്തരവാദിത്വം ആ ബന്ധം ചേർത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നാലാമത് പ്രവാചകൻ പറഞ്ഞത് അഭിമാനത്തെ കുറിച്ചാണ്. എന്താണ് അഭിമാനം? വഅമറനി അല്ലാ അസ്അല അഹദൻ ഷൈഅൻ, ആരോടും ഒന്നും യാചിച്ച് വാങ്ങുന്ന സ്വഭാവം ഉണ്ടാകരുത്. അഭിമാനത്തോടു കൂടി ജീവിക്കാനാണ് പറയുന്നത്. വിശദീകരണം ഒരുപാടുള്ളതാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല.
അടുത്ത പറഞ്ഞത് വഅമറനി അൻ അഖൂല ബിൽ ഹഖ്ഖി വഇൻ കാന മുർറൻ, എത്ര കൈപ്പുറ്റതാണെങ്കിലും ശരി സത്യം മാത്രം പറയണം. അടുത്ത ഉപദേശം അതാണ്. അടുത്തത് എന്നോട് കൽപ്പിച്ചു അല്ലാ അഖാഫ ഫില്ലാഹി ലൗമത്ത ലാഇം, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ അത് വിശ്വസിക്കുന്നതിൽ, അത് പ്രചരിപ്പിക്കുന്നതിൽ, അത് ഉൾക്കൊള്ളുന്നതിൽ, അതിനുവേണ്ടി ശ്രമം നടത്തുന്നതിലൊക്കെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള കാര്യത്തിൽ ഒരാക്ഷേപകന്റെ ആക്ഷേപവും ഭയപ്പെടാൻ പാടില്ല. ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവരുണ്ടാകും, കളിയാക്കുന്നവരുണ്ടാകും, പരിഹസിക്കുന്നവരുണ്ടാകും, കഷ്ടപ്പെടുത്തുന്ന ഇതൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ഒന്നിനെയും ഭയപ്പെടാതെ, ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതെ ദീനീ രംഗത്ത് അടിയുറച്ചു നിന്ന് ഉത്തരവാദിത്വ നിർവഹണത്തിന് തയ്യാറാവുക. അതാണ് അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ആറാമതായി പറഞ്ഞ കാര്യം. ഏഴാമതായി പറഞ്ഞ കാര്യം വഅമറനി അൻ ഉക്സിറ, വർദ്ധിപ്പിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. എന്ത്? മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ എത്ര അധികരിപ്പിക്കാമോ അത്ര അധികരിപ്പിക്കാൻ പറഞ്ഞു എന്നോട്. ഏഴാമത്തെ കാര്യമായി എന്താണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയുടെ? നമ്മളുടെ കഴിവുകേട്, നമ്മളുടെ ദൗർബല്യം അള്ളാഹുവിന്റെ മുമ്പിൽ തുറന്ന് സമ്മതിക്കുന്ന വാക്കാണ്, തവക്കുലാണ്. തന്നെയുമല്ല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വലിയ പ്രയാസമൊന്നും ഇല്ലല്ലോ അത് നേടിയെടുക്കാൻ. അതാണ് അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ഏഴാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ഇത്രയും പറഞ്ഞതിന് ശേഷം പറഞ്ഞ ഒരു വാചകമുണ്ട്, അതാണ് ഇതിന്റെ ഗൗരവം. എന്താണെന്നറിയോ? ഫഇന്നഹുന്ന മിൻ കൻസി തഹ്തിൽ അർശ്. ഈ പറഞ്ഞ 7 കാര്യങ്ങൾ ഓർമ്മയുണ്ടാകും ഞാൻ വിചാരിക്കും, റിപ്പീറ്റ് ചെയ്യുന്നില്ല, സമയമില്ല. ഈ 7 കാര്യങ്ങൾ ഫഇന്നഹുന്ന മിൻ കൻസി തഹ്തിൽ അർശ്, അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴ്ഭാഗത്തുള്ള നിധിയാണിത്. റഹ്മാനായ റബ്ബിന്റെ, സർവശക്തനായ അല്ലാഹുവിന്റെ അർശിന്റെ, സിംഹാസനത്തിന്റെ താഴ്ഭാഗത്തുള്ള നിധിയാണ് ഈ 7 കാര്യം എന്ന് അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് ചെയ്തുവെങ്കിൽ പ്രിയമുള്ളവരെ, അത് അബൂ ദർ ഗിഫാരിക്ക് മാത്രം കൊടുത്തതല്ല, ഇത് ചെയ്യുന്ന ആർക്കും അതിനർഹതയുണ്ട്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. നിസ്സാരമെന്ന് തോന്നുന്നതാകാം, പക്ഷേ ജീവിതത്തിൽ പകർത്തേണ്ടത് പകർത്തി, മാറ്റേണ്ടത് മാറ്റി, നിലനിർത്തേണ്ടത് നിലനിർത്തി, ചേർക്കേണ്ടത് ചേർത്ത് ഏറ്റവും നല്ല വിശ്വാസികളായി തീർന്ന്, ഉത്തമ വിശ്വാസികളായി തീർന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റ് കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗത്തിലെ ഉന്നതമായ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ, കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മുടെ കൂടെ പള്ളിയിലുണ്ടായിരുന്ന ചിലരൊക്കെ ഹോസ്പിറ്റലൈസ് ചെയ്തതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു, അറിയാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ സിഹത്തും ആഫിയത്തും രോഗശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഉമ്മത്തിന് നേരിടേണ്ടി വരുന്ന എല്ലാ വെല്ലുവിളികളെയും അതിജയിച്ചുകൊണ്ട് റബ്ബിന്റെ സഹായത്തോടെ എന്തിനേയും അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സർവ്വ സാഹചര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة